വിജയ് മല്യയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത 5 സത്യങ്ങൾ. വിജയ് മല്യ ഒരു കള്ളനല്ല. റീസെന്റ് രാജമാനിയായിട്ട് നടന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. താങ്കൾ ഒരിക്കലും ഇന്ത്യ എസ്കേപ്പ് ചെയ്ത് പോയിട്ടില്ല. പലപ്പോഴും പല ബിസിനസ് ആവശ്യങ്ങളായിട്ട് അബ്രോഡേക്ക് കാര്യങ്ങൾ വഷളാവുന്നതിന് മുന്നേ എത്തിപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂജിറ്റി എന്ന് തന്നെ പറയാം. മറിച്ച് ഒരു കള്ളൻ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും പല രാഷ്ട്രീയ നേതാക്കന്മാരും വിജയ് മല്യയുടെ കമ്പനി ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. 9,000 കോടി രൂപയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഡെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റീസെന്റ് നടന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടായി 6,000 കോടി ഡെറ്റ് ആണ് തനിക്ക് ഉള്ളതെന്ന്, അതും വിത്ത് പ്രൂഫ്. കിങ്ഫിഷർ എയർലൈൻസ് എന്ന വിജയ് മല്യയുടെ കമ്പനി തകരാൻ കാരണം മാനേജറിയൽ പ്രോബ്ലംസ് മാത്രമല്ല, മറിച്ച് അന്നത്തെ കുത്തനെ ഉയർന്ന ഫീൽഡ് പ്രൈസും ഏവിയേഷൻ സെക്ടറിന്റെ പുവർ ടൈമിംഗ്. ആ ഒരു സമയത്ത് ഇറ്റ് വാസ് ദ ബെസ്റ്റ് എയർലൈൻ കമ്പനി ഇൻ ഇന്ത്യ. വിജയ് മല്യ വൺസ് ഓൺ ഡെൻ F1 ടീം. അതെ, അതും നമ്മുടെ ഇന്ത്യയുടെ പേരിൽ ഒത്തിരി വർഷം വിജയ് മല്യയുടെ കയ്യിൽ ഒരു F1 ടീം ഉണ്ടായിരുന്നു. ശേഷം അത് ബാങ്ക്രപ്റ്റ് ആവുകയും മറ്റൊരു കമ്പനിക്ക് അത് സോൾഡ് ഔട്ട് ചെയ്യുകയും ചെയ്തു. ആഫ്റ്റർ ഓൾ ദിസ് ന്യൂസ്, പോഡ്കാസ്റ്റ് ആൻഡ് ഹെഡ്ലൈൻസ്, വിജയ് മല്യ ഒരു കള്ളനായിരുന്നോ അതോ നേരെ മറിച്ച് ഒരു മാന്യനായ ബിസിനസ്മാൻ ആയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും.